നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക പള്ളിയിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ആരിപ്പയിലെ മോഡൽ റെസിഡൻസ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും 10ാം ക്ലാസ് വിദ്യാർത്ഥി വീണ് സാരമായി പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് പട്ടികവർഗ ഡയറക്ടർ സ്കൂൾ സന്ദർശിച്ചു. കുളത്തൂപ്പുഴ സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക പള്ളിയും അരമനയും കുത്തിത്തുറന്ന കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി. ട്രോമ കെയറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഒന്നും തന്നെ എത്തിയിട്ടില്ലെന്ന് ഐഷ പൊറ്റി MLA ADV ന്യൂസിനോട്. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 23-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുളത്തൂപ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കുവാൻ വേണ്ടി റോഡിൽ കുഴിയെടുത്തത് പഞ്ചായത്ത് അംഗം തടഞ്ഞു. മാസ്റ്റേഴ്സ് അത്ലറ്റിൽ 2 വെള്ളിയും 1 വെങ്കലവും നേടിയ ലക്ഷ്മണൻ വീണ്ടും കുളത്തൂപ്പുഴയ്ക്ക് അഭിമാനമാകുന്നു. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. യെസ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. യെസ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. പുതിയ ഒപ്റ്റിക്കൽസ്, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ആൻഡ് കോൺടാക്ട് ലെൻസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. പുതിയ ഒപ്റ്റിക്കൽസിന്റെ പുതു സംരംഭമായ പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ആൻഡ് കോൺടാക്ട് ലെൻസ് സെന്റർ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം നിർവഹിച്ച് നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായ നേത്ര പരിശോധന മെഷീനുള്ള അഞ്ചലിലെ ഏക സ്ഥാപനം. സൗജന്യ നേത്ര പരിശോധന അത്യാധുനിക കമ്പ്യൂട്ടറിലൂടെ, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. വെള്ളെഴുത്ത് കണ്ണടകൾ 250 രൂപ മുതൽ, സൺഗ്ലാസ് 50 രൂപ മുതൽ, കോൺടാക്ട് ലെൻസുകൾ ബോഷ് ആൻഡ് ലോ, റൈബാൻ, കരേറം, പോലീസ് എന്നീ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ കളക്ഷൻ. സ്വിസ്, റോഡൻ സ്റ്റോക്ക്, ക്രിസാർ, കൊഡാക്, അസാഹി ലൈറ്റ്, പ്രോഗ്രസീവ് ലെൻസ്, ബൈസൈക്കിൾ ലെൻസ് എന്നിവയുടെ വിപുലമായ കളക്ഷൻ. എല്ലാ ദിവസവും ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനവും. പുതിയ ഒപ്റ്റിക്കൽസ്, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ആൻഡ് കോൺടാക്ട് ലെൻസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. കോൺടാക്ട് 0475 2273 229. ചേട്ടാ കാത്തിലുള്ളക്കും കാതിൽ സബോള ഇതെന്തുട്ട് തിരക്കടത്? ചേട്ടാ 100 മല്ലിപ്പൊടി 100 മുളക് പൊടി. വേണ്ട വേണ്ട. എന്തുട്ട് തിരക്ക്? നീയൊക്കെ വായുള്ളി മേടിക്കാൻ പോവാ? വേണ്ട. പിള്ളേർക്കൊക്കെ എന്താ പറ്റേ? എന്താ ചേട്ടാ, നമ്മുടെ കേബിൾ TV ഡിജിറ്റലാക്കിയ പിന്നെ ഫുൾ ടൈം പരിപാടിയ ചാനലില് സിനിമയും സീരിയലും കോമഡീസും HD. ചേട്ടാ 100 കടക്ക് വേണ്ട. നിക്കടാ, ഈ പരിപാടി കുറഞ്ഞ ചെലവിൽ കൂടുതൽ ചാനലുകളും HD ക്വാളിറ്റിയുമായി കേബിൾ ടിവിയുടെ മലയാളം ഡിജിറ്റൽ. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴ സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക പള്ളിയും അരമനയും കുത്തിത്തുറന്ന കവർച്ച നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായി. കോന്നി സ്വദേശി ഷിബു ആണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്.
കുളത്തൂപ്പുഴ ടൗണിന് സമീപമുള്ള സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക പള്ളിയിൽ അൽത്താര കുത്തിത്തുറന്നും പള്ളി അരമനയിൽ കതകിന് തീയിട്ടും കവർച്ച നടത്താനുള്ള ശ്രമം കഴിഞ്ഞ നവംബർ ആദ്യവാരം നടന്നിരുന്നു. കവർച്ചാശ്രമത്തിനിടെ വഞ്ചിപ്പെട്ടി തകർക്കുകയും പള്ളിയങ്കണത്തിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ വാനിന്റെയും പിക്കപ്പ് വാനിന്റെയും ചില്ലുകളും മോഷ്ടാക്കൾ തകർത്തിരുന്നു. പള്ളിയിലെ വിശ്വാസികൾക്ക് അപ്പത്തിനൊപ്പം വീഞ്ഞ് പകർന്നു നൽകുന്ന സ്വർണ്ണ നിറത്തിലുള്ള 4ഓളം കാസകളും ഒരു പ്ലാസ്റ്റിക് കവറിലെടുത്ത് പള്ളിക്ക് പുറത്തുള്ള പ്ലാവിന്റെ ചുവട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഉപേക്ഷിച്ച കാസകളിൽ നിന്നും വിരലടയാള വിദഗ്ധർ ശേഖരിച്ച തെളിവുകളാണ് മോഷ്ടാവിനെ വലയിലാക്കാൻ പോലീസിന് സഹായകരമായത്. പത്തനംതിട്ട കോഴഞ്ചേരി താലൂക്ക് പരിധിയിൽ കോന്നി ഐരമൺ കുമ്മന്നൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം മുരിപ്പേൽ പുത്തൻ വീട്ടിൽ മാഹിൻ റാവുത്തർ മകൻ ഷാജി എന്ന് വിളിക്കുന്ന 37 വയസ്സുള്ള ഷിബുവിനെയാണ് കുളത്തൂപ്പുഴ SI അനീഷിന്റെയും അഡീഷണൽ SI സുബൈറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വെള്ളിയാഴ്ച രാത്രി കുളത്തൂപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ ശനിയാഴ്ച രാവിലെ 10 മണിയോടെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. കുളത്തൂപ്പുഴ മുസ്ലിം ജുമാഅത്ത് പള്ളിക്ക് എതിർവശത്തെ രാത്രി തട്ടുകടയിൽ നിന്നും സംഭവ ദിവസം കാപ്പി കുടിച്ച ശേഷം പള്ളി ഇടവഴിയിലൂടെ നടന്ന ഇടവഴിയിലെ ആളൊഴിഞ്ഞ വീട്ടിലെ പുറത്തുള്ള പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് കൈവശം സൂക്ഷിച്ചിരുന്ന മദ്യം നേർപ്പിച്ച ശേഷം കൈതക്കാട്ടുള്ള പെട്രോൾ പമ്പിന്റെ വശത്തെ റബ്ബർ തോട്ടത്തിലെത്തി അവിടെ വെച്ച് മദ്യപിച്ച ശേഷം അവിടെ നിന്നും കയറി വന്നാണ് എതിർവശത്തെ സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക പള്ളിയിൽ കയറിയത്. പള്ളി കുത്തി തുറന്ന് അകത്തു കടന്ന് അൽത്താരയിലും പിൻവശത്തെ മുറിയിൽ കയറി തിരുവസ്ത്രമായി സൂക്ഷിച്ചിരുന്ന അലമാരയും കുത്തി തുറന്നു. ഇവിടെ നിന്നും കാര്യമായി ഒന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് കാസകൾ കയ്യിലാക്കി പുറത്തിറങ്ങിയത്. കാസകൾ അടങ്ങിയ കവർ പ്ലാവിൻ ചുവട്ടിൽ ഉപയോഗിച്ചാണ് വഞ്ചിപ്പെട്ടി കുത്തി തുറന്നത്. അതിൽ നിന്നും 1400ഓളം രൂപ മാത്രമാണ് കിട്ടിയത്. തുടർന്ന് അരമന കുത്തി തുറന്ന് അച്ഛന്റെ മുറിയിൽ കതക് കുത്തി തുറക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കതകിന്റെ അടിയിൽ ചവിട്ടുപായ ഉപയോഗിച്ച് തീയിട്ട് കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കതകിന് തീപിടിച്ചപ്പോൾ മുറിക്കുള്ളിൽ ശ്വാസം വിടാൻ കഴിയാത്ത വിധം പുക നിറഞ്ഞതോടെ അച്ഛന്റെ മുറിയിൽ കയറാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ഇതേ തുടർന്ന് പ്രകോപിതനായ ഷിബു പള്ളിയങ്കണത്തിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കേടുവരുത്താൻ വേണ്ടി ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും കേടുപാടുകൾ വരുത്തുകയുമായിരുന്നു. ശേഷം പള്ളിക്ക് എതിർവശത്തെ കാട്ടിൽ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ വേണ്ടി കരാറുകാരൻ 2 മീറ്ററോളം വീതിയിൽ JCB ഉപയോഗിച്ച് ടാറിംഗ് തകർത്തത് പഞ്ചായത്ത് അംഗം തടഞ്ഞു. കുളത്തൂപ്പുഴ മൈലാമൂട് മുസ്ലിം പള്ളിക്ക് സമീപം തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയുടെ ടാറിംഗ് 2 മീറ്ററോളം വീതിയിൽ തകർത്ത് 1/2 കിലോമീറ്ററോളം നീളത്തിൽ കുഴിയെടുത്തത് പഞ്ചായത്ത് അംഗം പങ്കജാക്ഷൻ തടഞ്ഞു. അറ്റകുറ്റപ്പണികൾ നടത്തി ആഴ്ചകൾ പോലും കഴിയാത്ത ഗതാഗത യോഗ്യമായ റോഡിന്റെ ടാറിംഗ് കരാറുകാരന്റെ അമിത ലാഭത്തിനായി തകർത്തതാണ് പഞ്ചായത്ത് അംഗം തടഞ്ഞത്. ടാറിംഗ് തകർക്കുന്നതിന് മരാമത്ത് വകുപ്പ് കരാറുകാരനിൽ നിന്നും പുനർനിർമ്മാണത്തിന് കണക്കാക്കി തുക ഈടാക്കാറുണ്ടെങ്കിലും അതിന് അനുവദനീയമായ അളവ് മറികടന്ന് ടാറിംഗ് തകർത്ത കരാറുകാരന്റെ നടപടിയാണ് പഞ്ചായത്ത് അംഗം ചോദ്യം ചെയ്തത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ നിന്നും 1988-90 കാലഘട്ടത്തിലാണ് ചിതറ, കടക്കൽ, നിലമേൽ, ഇട്ടിവ മുതലായ പഞ്ചായത്തുകളിൽ വാട്ടർ സപ്ലൈ നടത്തുന്നതിന് വേണ്ടി കുളത്തൂപ്പുഴ പഞ്ചായത്ത് മൈലമൂട് ഭാഗത്ത് വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും അതിനനുബന്ധമായി പഞ്ചായത്ത് തന്നെയുള്ള 2.5 കിലോമീറ്റർ വരുന്ന ദൂരം റോഡിൻ്റെ കിഴക്ക് വശത്ത് ചെങ്കോട്ട തിരുവനന്തപുരം റോഡിൻ്റെ കിഴക്ക് വശത്ത് കൂടി പൊട്ടിച്ച് പൈപ്പ് സ്ഥാപിച്ചിരുന്നതും ഈ പൈപ്പ് കാലാകാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് ബലക്ഷയമുള്ള പൈപ്പ് സ്ഥാപിച്ച മുഖാന്തരം കാലാകാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് ഈ നാട്ടിലെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ചോഴിക്കോട്, മൈലമൂട് വാർഡുകളിലെ ജനങ്ങൾ നിരന്തരം ദുരിതം അനുഭവിച്ചു വരുന്നവരും മാറി മാറി ഭരിച്ച മുഴുവൻ സർക്കാരുകൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഈ കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് ചെങ്കോട്ട തിരുവനന്തപുരം റോഡ് അറ്റകുറ്റപ്പണിയും റീടാറിങ്ങും ചെയ്തിട്ട് ആഴ്ചകളാകുന്നതിന് മുമ്പ് പുതുതായി പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കോട്ട തിരുവനന്തപുരം റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 1.5 മുതൽ 2 മീറ്റർ വരെ ടാറിങ് വെട്ടിപ്പൊളിച്ചാണ് പുതിയതായി പൈപ്പ് സ്ഥാപിക്കൽ ഇന്ന് രാവിലെ ആരംഭിച്ചിരുന്നത്. ഇത് നിർത്തിവെക്കുകയും അടിയന്തരമായി ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും പൊതുമരാമത്ത് വകുപ്പും വാട്ടർ സപ്ലൈ വകുപ്പും ഇടപെട്ട് ഇത് മാറ്റുകയും സഞ്ചാര യോഗ്യമായ റോഡ് പൊട്ടിപ്പൊളിക്കുന്നതിന് പകരം ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള PWD സ്ഥലം കണ്ടെത്തി അവിടെ പൈപ്പുകൾ സ്ഥാപിച്ച് ഈ വെള്ളം പുനഃസ്ഥാപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു കാരണവശാലും ഈ റോഡ് പൊട്ടിപ്പൊളിക്കുവാൻ കുളത്തൂപ്പുഴ പഞ്ചായത്ത് നിവാസികൾ അനുവദിക്കുന്നതല്ല. ഇത് അടിയന്തര ശ്രദ്ധയോടുകൂടി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇത് ജനോപകാരപ്രദമായ രീതിയിൽ റോഡ് സംരക്ഷിക്കുകയും ഈ വാട്ടർ സപ്ലൈ നടപ്പിലാക്കണം എന്നും ഞാൻ ഭരണകർത്താക്കളോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് പണി തടയുകയായിരുന്നു.
പണി തടഞ്ഞതിൽ പ്രകോപിതനായ കരാറുകാരൻ പഞ്ചായത്ത് അംഗം സംഭവസ്ഥലത്തു നിന്നും പോയതിനു ശേഷം സമീപത്തെ വാട്ടർ അതോറിറ്റിയുടെ തന്നെ കുടിവെള്ളം വിതരണം നടത്തിവന്ന മറ്റൊരു പൈപ്പ് ലൈൻ JCBയുടെ സഹായത്തോടെ മണ്ണുമാന്തി പൈപ്പ് പൊട്ടിച്ച് ജലവിതരണം തകരാറിലാക്കിയ ശേഷം JCB അടക്കമുള്ള യന്ത്രങ്ങളുമായി വൈകിട്ടോടെ കടന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊല്ലം മെഡിസിറ്റി മെഡിക്കൽ കോളേജിന്റെയും അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിവിധ വിഭാഗങ്ങളിൽ നിന്നായി ഡോക്ടർമാരുൾപ്പെടുന്ന 30ഓളം പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർ അഭിലാഷും, ജനറൽ മെഡിസിൻ ഡോക്ടർ റഹീമും, ജനറൽ സർജറി വിഭാഗത്തിൽ ഡോക്ടർ അസീസും, യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർ ഒബിയും, പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ ജുമൈലും, ഓങ്കോളജി വിഭാഗത്തിൽ ഡോക്ടർ സുരേഷും, ഓർത്തോപീഡിക്സിൽ ഡോക്ടർ വിനോദിൻ്റെയും സേവനമാണ് അഞ്ചൽ നിവാസികൾക്ക് ലഭ്യമായത്. അഞ്ചൽ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കുചേരുവാനെത്തി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. എത്തിച്ചേരാൻ സാധിക്കാതെ പോയ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മറ്റൊരു ദിവസം ക്യാമ്പ് നടത്തുമെന്ന് PTA പ്രസിഡന്റ് ബാബു പണിക്കർ ADB ന്യൂസിനോട് പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ മാസം തോറും നടത്തി വരികയായിരുന്നു. അപ്പോൾ ഈ അധ്യയന വർഷത്തിലെ പരിപാടികളുടെ ഭാഗമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. കൊല്ലം മെഡിസിറ്റി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പോൾ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 30ഓളം ഡോക്ടർമാരും ജീവനക്കാരും അടങ്ങുന്ന സംഘമാണ് രാവിലെ 9 മണി മുതൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സമീപ അഞ്ചൽ പഞ്ചായത്തിലെയും അതുപോലെ സമീപ പഞ്ചായത്തുകളിലുമെല്ലാമുള്ള ധാരാളം ആളുകൾ ഇതിൻ്റെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് വരാത്ത ചില വിഭാഗങ്ങളുണ്ട്. അപ്പോൾ കണ്ണ് പരിശോധനയെ ബന്ധപ്പെട്ടെല്ലാം നിശ്ചയിച്ചിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാർ എത്തിയിട്ടില്ല. അത് ഇനിയൊരു അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ ക്യാമ്പ് വിജയിപ്പിക്കാൻ സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങൾ ജൂൺ മാസത്തിൽ അവസാനിക്കുന്നതിനിടയിൽ മറ്റ് ചില പരിപാടികൾ കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ RPL കോളനിയിലെ മുത്തുമാരിയമ്മൻ തിരുക്കോവിലിൽ ഉത്സവം ഞായറാഴ്ച സമാപിക്കും. കുളത്തൂപ്പുഴ RPL കോളനിയിലെ ശ്രീ മുത്തുമാരിയമ്മൻ തിരുക്കോവിലിൽ ഉത്സവം ഞായറാഴ്ച സമാപിക്കും. പറക്കാവടി, ശൂലം കുത്തൽ, മയിൽക്കാവടി, പാൽക്കുടം എന്നീ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ പ്രധാനമായും കൊണ്ടാടുന്നത്. ശൂലം കുത്തലിലും പറക്കാവടിയിലും പങ്കുചേരുവാനും ചടങ്ങുകൾ ദർശിക്കുവാനുമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഉത്സവം വമ്പിച്ച ഘോഷയാത്രയോടുകൂടി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴ അരിപ്പയിലെ മോഡൽ റെസിഡൻസ് സ്കൂൾ കെട്ടിടത്തിൽ നിന്നും 10ാം ക്ലാസ് വിദ്യാർത്ഥി വീണ് സാരമായി പരിക്കേറ്റ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് സംസ്ഥാന പട്ടികവർഗ ഡയറക്ടർ സ്കൂൾ സന്ദർശിച്ചു. കുളത്തൂപ്പുഴ അരിപ്പയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും 10ാം ക്ലാസ് വിദ്യാർത്ഥി വീണ് സാരമായി പരിക്കേറ്റ സംഭവത്തിൽ രക്ഷകർത്താക്കൾ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് സംസ്ഥാന പട്ടികവർഗ ഡയറക്ടർ സ്കൂൾ സന്ദർശിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ ഡയറക്ടർ പുഴകേന്തിയും ഡെപ്യൂട്ടി ഡയറക്ടർ VS പ്രേമാനാഥും അരിപ്പയിൽ MRSൽ സന്ദർശനം നടത്തി. ഡയറക്ടർ എത്തുന്നതറിഞ്ഞ സ്കൂളിൽ കാത്തുനിന്ന രക്ഷകർത്താക്കളെയും ജീവനക്കാരെയും ചേർത്ത് യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. രാത്രി 8 മണിയോടെയാണ് വകുപ്പ് മേധാവി അരിപ്പയിൽ നിന്നും മടങ്ങിയത്. സ്കൂൾ ജീവനക്കാരുടെ മോശമായ പെരുമാറ്റത്തിൽ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുകയുമാണെന്ന്
സ്ത്രീകളടക്കമുള്ള രക്ഷകർത്താക്കൾ ഡയറക്ടറോട് നേരിട്ട് സംഭവങ്ങൾ വിശദീകരിച്ച് പരാതിപ്പെട്ടു. ഹോസ്റ്റൽ ജീവനക്കാരും സ്കൂൾ അധികൃതരും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലായ്മയും യോഗത്തിൽ മറനീക്കി പരാതികളായി പുറത്തുവന്നു. പട്ടികവർഗ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ താൽക്കാലികമായി നിയമിച്ച ജീവനക്കാരിൽ പട്ടികവർഗജാതി വിഭാഗത്തിലുള്ളവരെ ഒഴിവാക്കിയതും രക്ഷകർത്താക്കൾ പരാതിയായി ഡയറക്ടറെ ബോധിപ്പിച്ചു. യോഗത്തിൽ നിന്നും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയാണ് നടത്തിയത്. യോഗത്തിനു ശേഷം പുറത്തുവന്ന ഡയറക്ടർ ഒരു കുട്ടി കെട്ടിടത്തിൽ നിന്നും വീണും പരിക്കേറ്റുവെന്നും അത് സ്കൂളിനെ മോശമാക്കുന്ന വിധം വാർത്തകൾ വരുന്നത് ശരിയല്ല എന്നും മറ്റു ചില വിഷയങ്ങൾ ഇവിടെയുണ്ടെന്നും അത് വേറെ ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്കൂൾ അധികൃതർക്കൊപ്പം പുനലൂർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, മുൻ PTA പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും ചേർന്ന് ഹോസ്റ്റലും സംഭവസ്ഥലവും സന്ദർശിച്ചു. ADV ന്യൂസിൽ ഇനി ചെറിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. യെസ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. പുതിയ ഒപ്റ്റിക്കൽസ്, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ആൻഡ് കോൺടാക്ട് ലെൻസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. പുതിയ ഒപ്റ്റിക്കൽസിന്റെ പുതു സംരംഭമായ പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ആൻഡ് കോൺടാക്ട് ലെൻസ് സെന്റർ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം നിർവഹിച്ച് നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായ നേത്ര പരിശോധന മെഷീനുള്ള അഞ്ചലിലെ ഏക സ്ഥാപനം. സൗജന്യ നേത്ര പരിശോധന അത്യാധുനിക കമ്പ്യൂട്ടറിലൂടെ, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. വെള്ളെഴുത്ത് കണ്ണടകൾ 250 രൂപ മുതൽ, സൺഗ്ലാസ് 50 രൂപ മുതൽ, കോൺടാക്ട് ലെൻസുകൾ ബോഷ് ആൻഡ് ലോ, റൈബാൻ, കരേറം, പോലീസ് എന്നീ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ കളക്ഷൻ. സ്വിസ്, റോഡൻ സ്റ്റോക്ക്, ക്രിസാർ, കൊഡാക്, അസാഹി ലൈറ്റ്, പ്രോഗ്രസീവ് ലെൻസ്, ബൈസൈക്കിൾ ലെൻസ് എന്നിവയുടെ വിപുലമായ കളക്ഷൻ. എല്ലാ ദിവസവും ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനവും. പുതിയ ഒപ്റ്റിക്കൽസ്, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ആൻഡ് കോൺടാക്ട് ലെൻസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. കോൺടാക്ട് 0475 2273 229. ചേട്ടാ കാത്തിലെ ഉള്ളക്കും കാതൽ സബള വേഗം ഇതെന്തുട്ട് തിരക്കടത്? ചേട്ടാ മല്ലിപ്പൊടി നുറുമുളകൊടി വേണ്ട എന്തുട്ട തിരക്ക്? നീയൊക്കെ വായുള്ളി മേടിക്കാൻ പോവാ? വേണ്ട പിള്ളേർക്കൊക്കെ എന്താ പറ്റേ? എന്താ ചേട്ടാ, നമ്മുടെ കേബിൾ TV ഡിജിറ്റലാക്കിയ പിന്നെ ഫുൾ ടൈം പരിപാടിയ ചാനലിൽ സിനിമയും സീരിയലും കോമഡീസും HD. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ചാനലുകളും HD ക്വാളിറ്റിയുമായി കേബിൾ ടിവിയുടെ മലയാളം ഡിജിറ്റൽ. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 23-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു നൂറ്റാണ്ടിന്റെ വിജയ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ പ്രമുഖ പൊതുവിദ്യാലയമാണ് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ.
സ്കൂളിന്റെ വിജയക്കുതിപ്പിൽ ഒരു പുതിയ ഊർജം പകർന്നുകൊണ്ട് MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ 2013-14 വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,26 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 2016 ഫെബ്രുവരി 23 ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പ്രൗഢോജ്വലമായ ചടങ്ങിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ PK അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മാസ്റ്റേഴ്സ് അത്ലറ്റിൽ 2 വെള്ളിയും 1 വെങ്കലവും നേടിയ ലക്ഷ്മണൻ വീണ്ടും കുളത്തൂപ്പുഴയ്ക്ക് അഭിമാനമാകുന്നു. മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ 35ാമത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2016 ഫെബ്രുവരി 6-7 തീയതികളിലായി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. ചാമ്പ്യൻഷിപ്പിൽ കുളത്തൂപ്പുഴ തിങ്കൽക്കരിക്കം ചരിവിള പുത്തൻ വീട്ടിൽ S ലക്ഷ്മണൻ ട്രിപ്പിൾ ജമ്പിലും ലോങ് ജമ്പിലും 2ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം കരസ്ഥമാക്കി വെള്ളി മെഡലിന് അർഹനായി. കൂടാതെ 100 മീറ്റർ ഓട്ടത്തിൽ 3ാം സ്ഥാനത്തെത്തി വെങ്കല മെഡലും നേടി. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മത്സര ഇനങ്ങളിൽ കുളത്തൂപ്പുഴ സ്വദേശിയായ 77 വയസ്സുകാരൻ S ലക്ഷ്മണൻ വിജയം ആവർത്തിക്കുകയായിരുന്നു. സംസ്ഥാന അന്തർ സംസ്ഥാന അത്ലറ്റിക് മത്സരങ്ങളിൽ പതിവായി പങ്കെടുത്ത മുൻനിര ജേതാവാകാറുള്ള ലക്ഷ്മണൻ ഇക്കുറിയും പതിവ് വിജയം നേടിയിരിക്കുകയാണ്. ട്രിപ്പിൾ ജമ്പിൽ 6.65 മീറ്റർ 2ാം സ്ഥാനം ഉറപ്പിച്ച ലക്ഷ്മണൻ 100 മീറ്റർ ഓട്ടത്തിൽ 18.5 സെക്കൻഡിലെത്തി 3ാം സ്ഥാനവും കരസ്ഥമാക്കുകയായിരുന്നു. 77-കാരനായ ലക്ഷ്മണൻ കായിക രംഗത്ത് നേട്ടങ്ങൾ നിരവധി നേടിയെങ്കിലും നിർധനരായ ഇദ്ദേഹത്തെ സഹായിക്കുവാനോ മത്സരവേദിയിലെത്തിക്കുവാനോ പോലും ആവശ്യമായ ധനം സമാഹരിച്ചു നൽകുവാനോ ത്രിതല പഞ്ചായത്തിനോ പ്രദേശത്തെ കായിക പ്രേമികളോ മറ്റ് സംഘടനകളോ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്ന് ലക്ഷ്മണൻ പറയുന്നു. അതായത് ഞാൻ 2005 സ്പോർട്സ് നാഷണൽ സ്റ്റേറ്റ് മീറ്റിന് വെറ്ററൻസിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് എറണാകുളത്ത് വെച്ചാൽ സ്റ്റേറ്റ് മീറ്റ്, അത് കഴിഞ്ഞിട്ട് നാഷണൽ പോണ്ടിച്ചേരി വെച്ച്. അന്ന് 2005 കുത്തുപുഴ പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമാൻ മോഹൻ നായരായിരുന്നു. മോഹൻ പിള്ളയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ സമീപിച്ചപ്പോൾ എനിക്ക് 1,500 രൂപ പോകുന്നതിനായിട്ട് തന്നു. അതിനുശേഷം വരുന്ന പഞ്ചായത്തിലും പ്രസിഡന്റുമാരോ ആ കമ്മിറ്റികളോ ഒരു പൈസ കൂടെ എനിക്ക് പിന്നെ അവർ പിന്നെ തന്നു പറഞ്ഞാൽ അവിടെ യോഗം നടക്കുന്ന സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് വിളിച്ച് ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു തോർത്തെടുത്ത് പോയിച്ചു തരും. പക്ഷെ അതിലാണെങ്കിൽ എനിക്ക് തോർത്ത് പോയിക്കുന്നതിൽ ഇത് നല്ല മൊത്തത്തിൽ അതിനോട് എനിക്ക് യോജിപ്പുള്ള കാര്യമില്ല. അവർ തോർത്ത് പോയിക്കാൻ പറഞ്ഞാൽ അത് വേറെ രീതിയിൽ എൻ്റെ കളിയിൽ നിരൂപകന്മാരെ പോലെ എനിക്ക് അതാണ് തോന്നുന്നത്. അതൊന്നും ഒരു പ്രശ്നമല്ല. അതേസമയം നമ്മളെ ഈ വയസ്സായ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഒരു 10 പൈസയായാലും എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി തന്നാൽ അതെനിക്ക് പ്രയോജനമുണ്ട്. ഈ 77ാമത്തെ വയസ്സിൽ ഇന്ന് നമ്മളെ ബ്ലോക്കിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളുള്ള ഞാൻ പോയി പ്രൈസ് മേടിക്കുന്നുണ്ട്. അത് നല്ല ആളുകൾ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഗോവയിൽ വെച്ചാണ് നാഷണൽ മീറ്റ്. അവിടെ പോയി ഒരു 100 മീറ്റർ 3rd പ്രൈസാണ് മേടിച്ചിട്ടുണ്ട്. 27 പേരുണ്ടായിരുന്നു. അതിൽ 20 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ എനിക്ക് ഓടാൻ കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം മറ്റ് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളാണ് വരുന്നത്. എന്നിട്ട് അതുകൊണ്ട് ചില ആളുകളെ കാണിച്ചപ്പോൾ എന്നെ വെറും പുച്ഛമായിട്ട് കളിയാക്കിയവരുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് മരിക്കാം, എനിക്കാവുന്നിടം വരെ ഞാൻ പോകും, സ്വന്തമായിട്ടായാലും ശരി. പക്ഷേ ഇതുകൊണ്ട് എനിക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഷുഗറോ പ്രഷറോ ഒരു അസുഖവുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ സ്പോർട്സിലുള്ളതാണ്. അതായത് അന്ന് നമ്മളെ അഞ്ചൽ ഹൈസ്കൂളിലെ അധ്യാപകൻ P. ഗോവൻ സാറായിരുന്നു. അന്ന് തൊട്ട് ഞാൻ അവിടുത്തെ ഫുട്ബോൾ ടീമിലും, അത് കഴിഞ്ഞ് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലും ചാമ്പ്യനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ISRO എനിക്ക് ജോലി കിട്ടി അവിടെ പോയ ISRO ടീമിലും ഞാൻ ഫുട്ബോളിലും സ്പോർട്സിലും എല്ലാം ഉള്ളായിരുന്നു. അന്നാണെങ്കിൽ 53 നമ്മളെ കലാം സാറിൻ്റെ കൂടെ ഒരു വർഷം വർക്ക് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം മരിക്കുന്നവരെ എന്നെ കണ്ടറിയാം. കാരണം ഞാൻ എല്ലാ കാര്യത്തിലും അവിടെ സ്പോർട്സിൽ ആർട്സിൽ ഏത് വേണ്ടി ഞാൻ ഇല്ലാത്ത പരിപാടിയില്ല. അങ്ങനെ എല്ലാവരും എന്നെ അറിയപ്പെടും. നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് ജേതാവായി വാരിക്കൂട്ടിയ ഫലങ്ങളും മെഡലുകളും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഷോക്കേഴ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും മരിക്കുവോളം കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന S ലക്ഷ്മണന്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മത്സരവേദിയിലെത്താനുള്ള യാത്രാ ചിലവ് നിർധനരായ ലക്ഷ്മണനെ പിന്നോട്ടടിക്കുകയാണ്. ISROയിൽ ജോലി നോക്കിയിരുന്ന കാലം മുതൽ കായിക രംഗത്ത് ചുവടുറപ്പിച്ച ലക്ഷ്മണൻ കുളത്തൂപ്പുഴയിലെ കായിക രംഗത്തെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ട്രോമ കെയറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഒന്നും തന്നെ എത്തിയിട്ടില്ലെന്നും
2 വർഷമായി സർക്കാർ പറഞ്ഞു പറ്റിക്കുന്ന നിലപാടാണെന്നും കൊട്ടാരക്കര MLA ആയിഷ പോറ്റി ADV ന്യൂസിനോട് പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി NHും MC റോഡും സന്ധിക്കുന്ന ഒരു പ്രദേശത്തുള്ളതാണ്. അപ്പോൾ എല്ലാ സമയത്തും ആക്സിഡൻറ്റ് വരികയും ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് ആൾക്കാരെ വേഗം എത്തിക്കുന്ന ഒരു റഫറൽ ആശുപത്രി കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ട്രോമാ കെയർ യൂണിറ്റ് ഇവിടെ ഏറ്റവും അനിവാര്യമാണെന്നും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ നിയമസഭയിൽ അവതരിപ്പിച്ച് അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ 2,30,00,000 രൂപ ആദ്യഘട്ടമായതിൻ്റെ കെട്ടിട നിർമ്മാണത്തിനായിട്ട് അനുവദിച്ചു തന്നു. അതിൻ്റെ പണി പൂർത്തീകരിച്ചു. 2,30,00,000 പണി പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് തരണം എന്ന് പറഞ്ഞിട്ട് നിരവധി അപ്പോഴത്തേക്ക് ഗവൺമെൻറ് മാറി, ഈ ഗവൺമെൻറ് വന്നു. ഇതിനാവശ്യമായിട്ടുള്ളൊരു സ്റ്റാഫ് വേണം, നഴ്സുമാർ വേണം, ഡോക്ടർമാർ വേണം, അതുപോലെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ്, അതുപോലെ CM പോലെയുള്ള എല്ലാ ഉപകരണങ്ങളും ഇതിനാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ KSTPയുടെ സേഫ് കോറിഡോറിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇടപെടൽ നടത്തിയിരുന്നു. അതിൻ്റെ പ്രൊപ്പോസലെല്ലാം കൊടുത്തു. പക്ഷേ ഇതുവരെയും അത് സാങ്ഷനായി വന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ അടുത്ത സമയത്ത് ആശുപത്രിയിലെ കാഷ്വാലിറ്റി ആയാലും വളരെയേറെ രോഗികളെ കൊണ്ട് നിറഞ്ഞ ആകെ കഞ്ചക്ഷനായിട്ടിരിക്കുക. അപ്പം ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അതുകൂടാതെ ഒരു 2 കോടിയോളം രൂപയുടെ മറ്റൊരു NRHM ഫണ്ട് വന്ന് അതിൻ്റെ മുകളിലത്തെ മുറികളും പണിഞ്ഞ് നല്ല ഭംഗിയാക്കി പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും പ്രത്യേകമുള്ള വാർഡുകളും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും എല്ലാ സജ്ജീകരണങ്ങളും ആക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെറുതെ ഇടേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നുകൊണ്ട് ട്രോമാ കെയർ നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നും അനുവദിച്ചിരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് അനുവദിച്ചിട്ട് 1.5 വർഷമായി. 6 ഡയാലിസിസ് യൂണിറ്റ് പാവങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്ന, പക്ഷേ അതിന് വേണ്ട നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവസ്ഥ. ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിലും ഒരു നടപടികൾ മുന്നോട്ട് വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഈ കെട്ടിടം ഇങ്ങനെ വെറുതെ ഐഡിലായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ രോഗികൾ അങ്ങേയറ്റം ശ്വാസം മുട്ടിക്കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും കിടക്കുന്നത്. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും വന്നില്ല, ട്രോമാ കെയർ യൂണിറ്റ് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിലും കെട്ടിടം പ്രവർത്തിച്ച് അതിലേക്ക് രോഗികളെ മാറ്റിക്കൊണ്ട് ചികിത്സാ വിഭാഗം ഇങ്ങോട്ട് മാറ്റി എക്യുപ്മെൻറ്റ്സ് വരുന്ന മുറയ്ക്ക് അത് ട്രോമാ കെയർ യൂണിറ്റാക്കി മാറ്റാം എന്നുള്ള ഒരു സജഷൻ വന്നുകൊണ്ടാണ് ഇപ്പം ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മന്ത്രി വന്ന് നിർവഹിച്ചത്. അന്നും വന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം തരാനുള്ള പരിശ്രമം നടത്തണം. പക്ഷേ സർക്കാരിൻ്റെ കാലാവധി തീരുകയാണ്. അടുത്ത മാസം കൊണ്ട് ഇത് തീരും. എത്രയും പെട്ടെന്ന് ഇതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് അതിനൊരു മൂവ്മെൻറ്റ് വരാത്തതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. നിരവധി തവണ ഈ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഞാൻ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റിൻ്റെ ആയാലും ട്രോമാ കെയർ ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അഡീഷണൽ സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടിയിട്ടും അതിനൊന്നും ഒരു പരിഹാരം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള എനിക്ക് പറയാനുള്ള ഒരു യാഥാർത്ഥ്യം. ഇത് പരിഹരിക്കപ്പെടാൻ ഉള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് എന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് പറയുന്നുണ്ട്. അന്ന് മന്ത്രിയും നിങ്ങളൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞിട്ട് പോയി. ഇനി എപ്പോഴാണ് ഇത് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. 1 മാസം കൂടെ കഴിഞ്ഞാൽ ഈ കാലാവധി കഴിയും. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പായി. എപ്പോഴത്തേക്ക് ഇത് കിട്ടാൻ കഴിയുമെന്നുള്ളത് ഒരു അനിശ്ചിതത്വത്തിലാണ് നിലവിലിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ട്രോമാ കെയർ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ആ കെട്ടിടത്തിൽ രോഗികളെ ചികിത്സിക്കുകയോ ഒക്കെ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററാക്കി പോലും മാറ്റാൻ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വന്നതായിരുന്നു. ഒരു എക്യുപ്മെൻറ്റ്സും ഇതിനാവശ്യമുള്ള വന്നിട്ടില്ല. കുറച്ച് കിടക്കകൾ വന്നു എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. അല്ലാതെ MLAയുടെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ ഇനാഗുറേഷൻ നടത്തിയില്ലെന്താ ഇങ്ങനെ ഒന്നുമില്ലാതെ ഈ എക്യുപ്മെൻറ്റ്സ് വരാതെ അതിനുള്ള നടപടികൾ ഒന്നും ചെയ്യാതെ ചെയ്തതിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ഒരു കമൻറ്റ് പറയാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. എന്തിന് വെറുതെ നമ്മൾ പറയുന്നു. ഇത് കെട്ടിടം മാത്രമേ യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ട്രോമാ കെയർ യൂണിറ്റ് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ്. പിന്നെ ഈ ഇരിക്കുന്ന വരുന്ന രോഗികളെ കാഷ്വാലിറ്റിയാക്കി മാറ്റിക്കൊണ്ട് അവിടെ ചികിത്സിപ്പിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഡോക്ടറും ഒക്കെ കൂടെ എടുത്ത ഒരു ആലോചനയാണ്. കെട്ടിടം മാത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് അടച്ചിടണ്ടേ. അപ്പോൾ അടച്ചിടാതിരിക്കാൻ വേണ്ടി കാഷ്വാലിറ്റി ബ്ലോക്കൊക്കെ ഇങ്ങോട്ട് മാറ്റി അതിൻ്റെ സംവിധാനങ്ങൾ ഇങ്ങോട്ടാക്കാമെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ തീരുമാനിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ആരിപ്പയിലെ മോഡൽ റെസിഡൻസ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും 10ാം ക്ലാസ് വിദ്യാർത്ഥി വീണ് സാരമായി പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് പട്ടികവർഗ ഡയറക്ടർ സ്കൂൾ സന്ദർശിച്ചു.
കുളത്തൂപ്പുഴ സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക പള്ളിയും അരമനയും കുത്തിത്തുറന്ന കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി. ട്രോമ കെയറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഒന്നും തന്നെ എത്തിയിട്ടില്ലെന്ന് ഐഷ പൊറ്റി MLA ADV ന്യൂസിനോട്. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 23-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുളത്തൂപ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കുവാൻ വേണ്ടി റോഡിൽ കുഴിയെടുത്തത് പഞ്ചായത്ത് അംഗം തടഞ്ഞു. മാസ്റ്റേഴ്സ് അത്ലറ്റിൽ 2 വെള്ളിയും 1 വെങ്കലവും നേടിയ ലക്ഷ്മണൻ വീണ്ടും കുളത്തൂപ്പുഴയ്ക്ക് അഭിമാനമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.